അർമേനിയയിലെ ഇറാൻ എംബസി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു പുതിയ വീഡിയോ ദൃശ്യം ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. യുദ്ധത്തിന്റെയും വൻ സൈനിക നീക്കങ്ങളുടെയും നിഴലിൽ നിൽക്കുമ്പോഴും മനുഷ്യജീവിതത്തിന്റെ സാധാരണമായ ആഘോഷങ്ങൾ എങ്ങനെ അതിനോട് ഇഴചേർന്നു പോകുന്നു എന്നതിന്റെ വിചിത്രവും നാടകീയവുമായ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരേ സമയം ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയും രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക പ്രചാരണങ്ങളുടെ മൂർച്ചയും ഈ ഒറ്റ വീഡിയോയിൽ പ്രകടമാകുന്നുണ്ട്. ഇറാനിലെ ഫാർസ് പ്രവിശ്യയിൽ നടന്ന ഒരു വിവാഹ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗതമായ സംഗീതവും നൃത്തച്ചുവടുകളുമായി വധൂവരന്മാരും ബന്ധുക്കളും സന്തോഷം പങ്കിടുന്നതാണ് വീഡിയോയുടെ തുടക്കം. എന്നാൽ ആ ദൃശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കറുത്ത പുകച്ചുരുളുകളാണ് കഥയുടെ ഗതി മാറ്റുന്നത്. ആഘോഷങ്ങൾക്കിടയിലും ആകാശത്ത് ഒരു വൻ യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന പ്രൊഫൈലുകളും ചില ഔദ്യോഗിക വക്താക്കളും ഉന്നയിക്കുന്ന അവകാശവാദമനുസരിച്ച് അമേരിക്കയുടെ അത്യാധുനിക F-15 യുദ്ധവിമാനം ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങളാണിത്. പശ്ചാത്തലത്തിൽ കാണുന്ന പുകച്ചുരുളുകൾ തകർന്നു വീണ അമേരിക്കൻ വിമാനത്തിൻ്റെതാണെന്ന് ഇവർ വാദിക്കുന്നു. യുദ്ധമുഖത്ത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകിയതിന്റെ തെളിവായിട്ടാണ് ഇറാൻ അനുകൂലികൾ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഒരു വശത്ത് രാജ്യത്തിന്റെ അതിർത്തിയിൽ വൻ സൈനിക ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടക്കുമ്പോഴും മറുവശത്ത് ജനങ്ങൾ അവരുടെ സാധാരണ ജീവിതവുമായി മുന്നോട്ടു പോകുന്നു എന്നതാണ് ഈ ദൃശ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ആകാശത്ത് യുദ്ധവിമാനം തകർന്നു വീഴുമ്പോഴും വിവാഹപ്പന്തലിൽ പാട്ടും നൃത്തവും തടസ്സമില്ലാതെ തുടരുകയാണ്. ഈ ഒരു വൈരുദ്ധ്യം തന്നെയാണ് ഈ വീഡിയോയ്ക്ക് ഇത്രത്തോളം ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തതും. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യം പ്രത്യക്ഷപ്പെട്ടതോടെ വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ലോകമെമ്പാടുമുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. പലരും ഇതിനെ ഒരു അപൂർവ പ്രതിഭാസമായി വിശേഷിപ്പിച്ചു. മരണവും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്ന യുദ്ധകാലത്തെ യാഥാർത്ഥ്യങ്ങളെയാണ് ഈ വീഡിയോ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഭയത്തിന് കീഴ്പ്പെടാൻ തയ്യാറാകാത്ത ഒരു ജനതയുടെ മാനസികാവസ്ഥയും ഇതിൽ ദൃശ്യമാണ്. അതേസമയം പ്രൊഫഷണൽ സൈനിക ബ്ലോഗർമാരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. നിലവിലുള്ള സംഘർഷങ്ങൾ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഈ വീഡിയോ വീണ്ടും എണ്ണ പകർന്നു. അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തവും കരുത്തുറ്റതുമായ F-15 വിമാനങ്ങൾ തകർക്കാൻ സാധിച്ചുവെന്നത് ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിയുടെ തെളിവായിട്ടാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ പാശ്ചാത്യ സൈനിക നിരീക്ഷകർ തയ്യാറായിട്ടില്ല. യുദ്ധകാലത്ത് ഇരു വിഭാഗങ്ങളും തങ്ങളുടെ മാനസികാധിപത്യം ഉറപ്പിക്കുന്നതിനായി ഇത്തരം വീഡിയോകൾ പ്രചാരണ ആയുധമാക്കാറുണ്ട്. ഔദ്യോഗികമായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തങ്ങളുടെ വിമാനം നഷ്ടപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രവിശ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ പകർത്തിയ ഇത്തരം ദൃശ്യങ്ങൾ പലപ്പോഴും വലിയ സൈനിക രഹസ്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലുകളായി മാറാറുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഈ ദൃശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ശത്രു രാജ്യത്തിന്റെ അത്യാധുനിക ആയുധങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ഇതിലൂടെ ശ്രമിക്കുന്നു. സാധാരണയായി യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ യുദ്ധമുഖത്ത് നിന്നുള്ള ഭീകരമായ അന്തരീക്ഷത്തിലാണ് പുറത്തു വരാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു വിവാഹാഘോഷത്തിന്റെ പശ്ചാത്തല സംഗീതവും നൃത്തവും കൂടിച്ചേരുമ്പോൾ അതൊരു സിനിമാറ്റിക് അനുഭവം കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിച്ചേർന്നതും വൈറലായതും. അമേരിക്കയും ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സൈനിക വിരോധത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവത്തെ കാണേണ്ടത്. വിമാനം തകർന്നു വീണത് F-15 തന്നെയാണോ അതോ മറ്റേതെങ്കിലും സൈനിക പ്ലാറ്റ്ഫോം ആണോ എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു ചില വിദേശ അക്കൗണ്ടുകൾ അവകാശപ്പെടുന്നത് തകർന്നു വീണത് ഡ്രോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈലോ ആകാമെന്നാണ്. ഡിജിറ്റൽ യുഗത്തിലെ യുദ്ധങ്ങൾ കേവലം ഭൂമിയിലോ ആകാശത്തോ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൂടിയാണ്. അമേരിക്കയിലെ ഇറാൻ എംബസി പോലെയുള്ള ഒരു നയതന്ത്ര കേന്ദ്രം ഈ വീഡിയോ ഔദ്യോഗികമായി പങ്കുവച്ചു എന്നത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ തന്ത്രം വ്യക്തമാക്കുന്നു. ശത്രുവിനെ മാനസികമായി തളർത്താനും സ്വന്തം ജനതയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത്തരം ദൃശ്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു.
ഈ വീഡിയോയിലൂടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാന വിഷയം യുദ്ധമേഖലയിലെ വിവരങ്ങളുടെ സുരക്ഷിതത്വമാണ്. സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം സാർവത്രികമായതോടെ സൈനിക നീക്കങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും ഉടനടി ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതൊരു പരിധിവരെ സൈന്യത്തിന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ മറച്ചുവെക്കാൻ സാധിക്കില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഫാർസ് പ്രവിശ്യയിലെ ഈ കല്യാണ ദൃശ്യം ചരിത്രത്തിൽ യുദ്ധകാലത്തെ ഏറ്റവും സവിശേഷമായ ഒരു രേഖയായി അവശേഷിക്കുമെന്നതിൽ തർക്കമില്ല. ആകാശത്ത് യുദ്ധത്തിന്റെ കരിനിഴൽ വീഴുമ്പോഴും ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാനും ആഘോഷിക്കാനും ശ്രമിക്കുന്നുവെന്ന വലിയൊരു സന്ദേശം ഇത് നൽകുന്നു. രാഷ്ട്രീയമായ അവകാശങ്ങൾ എന്തുതന്നെയായാലും ഈ ദൃശ്യം ആഗോളതലത്തിൽ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിന്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളും കൃത്യമായ ഉപഗ്രഹ ദൃശ്യങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ സൈന്യം ഈ നഷ്ടത്തെക്കുറിച്ച് ഔദ്യോഗികമായി മൗനം പാലിക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ പരാജയം മറച്ചുവെക്കാനാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്തെ സംഭവ വികാസങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഈ ദൃശ്യങ്ങൾ സൂചന നൽകുന്നു. ആത്യന്തികമായി ഈ ഒരു വീഡിയോ യുദ്ധത്തിന്റെ ക്രൂരതയെയും മനുഷ്യന്റെ അതിജീവന ശേഷിയെയും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെ ബാധിക്കപ്പെടുന്നുവെന്നും അതേസമയം അവർ അതിനെ എങ്ങനെ നേരിടുന്നുവെന്നും ഈ കല്യാണ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ആഴ്ചകളിൽ പശ്ചിമേഷ്യയിലെ വ്യോമയുദ്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ ദൃശ്യങ്ങൾ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയേക്കും.